കൺട്രോൾസ് ഈ ഒരു ഭാഗത്തോട്ട് വരുന്നത്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡിസ്കവറിയാണ്. ലാൻഡ് റോവറിന്റെ ഡിസ്കവറിയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. വേറെ എവിടെയല്ല, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കളത്തിൽ കാർസിൽ തന്നെയാണ്. നമ്മളെ പാലക്കാട് ബൈപ്പാസ് റോഡിനാണ് വന്നിട്ടുള്ളത്. സോ ഡിസ്കവറി നമുക്ക് കുറച്ചും കൂടെ പുതിയൊരു വെഹിക്കിളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് വരെ നമുക്ക് ലാൻഡ് റോവറിന്റെ വെഹിക്കിളിൽ നമ്മൾ ഇവോക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ വെഹിക്കിളാണ് ഡിസ്കവറി. ഡിസ്കവറി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ലാൻഡ് റോവറിന്റെ കീഴിൽ വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഓഫ് റോഡ് സ്പെക്കുള്ള ഒരു വെഹിക്കിളാണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിന് ജസ്റ്റ് ഡീറ്റെയിൽസിലോട്ട് പോവാം. ഗ്രില്ല് എന്ന് നമുക്ക് ഐക്കോണിക് ലാൻഡ് റോവറിന്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഹണികോം ഗ്രില്ല് എന്ന് പറയും. ഇതിനെ ഹണികോം പാറ്റേൺ എന്നാണ് വിളിക്കുന്നത്. ഡിസ്കവറി എന്നുള്ള ഒരു ലോഗോയും കാര്യങ്ങളും നമുക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. സെനോൺ ഹെഡ് ലാമ്പ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. DRLs ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ അറിയാലോ ഹെഡ് ലാമ്പ് മാഷിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. താഴെയാണ് ഇതിന്റെ ഒരു ഫോഗ് ലാമ്പ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ലൈറ്റ്സും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഹണികോം പാറ്റേൺ കണ്ടിന്യൂ ആവുന്നത് കാണാൻ ഒരു എയർ ഡാം പോർഷൻസിൽ കേട്ടോ. ഫ്രണ്ടിൽ സെൻസേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ക്യാമറ യൂണിറ്റ് വരുന്നില്ല. സ്കിഡ് പ്ലേറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് എയർ ഇൻടേക്ക് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ ബോണറ്റൊക്കെ നോക്കി ഒരു ബ്ലാക്ക് ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മസ്കുലർ ലൈൻസും കാര്യങ്ങളും വരുന്നുണ്ട്. സൈഡ് പ്രൊഫൈൽ ഒരു 18 ഇഞ്ചിന്റെ വീലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അലോയ് വീലാണ്. ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളും കാണാം. സൈഡ് പ്രൊഫൈൽ നല്ല ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട്. റേഞ്ച് റോവറിന്റെ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് എല്ലാ വെഹിക്കിളിലും കാണാൻ പറ്റും ഈ ഒരു ബോണറ്റിൽ. അതുപോലെ തന്നെ ഇതിന്റെ ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിന്റെ മിറേഴ്സും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. റിക്വസ്റ്റ് സെൻസേഴ്സും കാര്യങ്ങളോട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ റൂഫൊക്കെ നോക്കിയാൽ മനസ്സിലാവും. റൂഫ് റെയിൽസ് വരുന്നുണ്ട്. വലിയ ഒരു ഗ്ലാസ് പാനൽ വരുന്നുണ്ട്. വലിയ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ലൈൻസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഫുഡ് സ്റ്റെപ്പ് ഉള്ളിലോട്ട് പുറത്തേക്ക് വരില്ല. ഡോറ് തുറന്നാൽ ഇതിന്റെ ആ ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളും കാണാന്നുള്ളൂ കേട്ടോ. പിന്നെ ഭയങ്കര വെയിറ്റ് ഉള്ള ഒരു ഡോറാണ് വന്നിട്ടുള്ളത്. ഭയങ്കര വെയിറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര വെയിറ്റ് ആണ്. ഇതിന്റെ ഒരു ക്വാളിറ്റിയാണ് എടുത്ത് കാണിക്കേണ്ടത് കേട്ടോ. ലാൻഡ് റോവറിന്റെ ബാഡിങ് വരുന്നുണ്ട്. ക്വാർട്ടർ ഗ്ലാസും ഇവിടെ ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. ബാഡിങ്സും കാര്യങ്ങളും കാണാം കേട്ടോ. നമ്മൾ ഡിസ്കവറി ആദ്യമായിട്ട് കൊണ്ട് ഒരു പുതുമയായിരിക്കും നമ്മളെ ചാനൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിഫോക്കസ് ലൈൻ വരുന്നുണ്ട്. സ്പോയിലറും കാര്യങ്ങളും കാണാം. ഡിസ്കവറി എന്നുള്ള ബാഡ്ജിങ്, സ്പോർട്ട് HC എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ വരുന്നുണ്ട്. ലാൻഡ് റോവർ എന്നുള്ള ബാഡ്ജിങ് കേട്ടോ. പിന്നെ ഇതിന്റെ DRLs പോലെ തന്നെയാണ് ഇതിന്റെ ടെയിൽ ലാമ്പും കൊടുത്തിട്ടുള്ളത്. ആ ഒരു റൗണ്ട് ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ജസ്റ്റ് നമുക്ക് പ്രസ് ചെയ്യാനേ പറ്റുള്ളൂ. ഓപ്പൺ ചെയ്യാം. സെൻസേഴ്സ് വരുന്നുണ്ട്. ക്യാമറ യൂണിറ്റ് വഴിയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്താൽ എന്ത് ചെയ്യാം, നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം. ഓട്ടോമാറ്റിക് പൊങ്ങി വരില്ല. സോ അതാണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത്. 7 സീറ്റർ ആയതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഫോൾഡ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബൂട്ട് സ്പേസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇവിടെ നിന്നൊരു വ്യൂവും കാര്യങ്ങളും വന്നിട്ടുള്ളത്. പിന്നെ മാനുവലായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യണം. ഇലക്ട്രിക്കലി അല്ല വന്നിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്താൽ ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ക്ലോസ് ആയി, ഇത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഡുവൽ എക്സോസ് പൈപ്പാണ് വന്നിട്ടുള്ളത്. 2 ഭാഗത്ത് ഡുവൽ എക്സോസ് പൈപ്പ് വരുന്നുണ്ട്. പിന്നെ സ്കിഡ് പ്ലേറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുണ്ട്. അതും ഗ്ലോസി ബ്ലാക്ക് ഇടാണ്ട് കൊടുത്തിട്ടുണ്ടോ. ഇവിടെ നമുക്ക് ഒരു ഹണി കോമ്പിൻ്റെ ഒരു പാറ്റേൺ വരുന്നുണ്ട്. റിഫ്ലക്റ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഒരു കോമ്പാക്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് മസ്കുലാരിറ്റി തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഫിനിഷ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റ്സും കാര്യങ്ങളൊക്കെ ഒരു ബ്രൗൺ ഫിനിഷിലാണ് കേട്ടോ. ടാൻ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ആ ഒരു കളറിലാണ് വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീലൊക്കെ നോക്കിയാൽ അത്യാവശ്യം വലിയൊരു സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. ലാൻഡ് റോവറിൻ്റെ ഒരു ബാഡ്ജിങ് ആണ്. ഒരുപാട് കൺട്രോൾസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രീനിലോട്ട് വരുമ്പോൾ നമുക്ക് 2 ടൈപ്പാണ്, അനലോഗ് മീറ്റർ വിത്ത് ഡിജിറ്റൽ മീറ്റർ ആണ് വന്നിട്ടുള്ളത്. സെൻട്രൽ കൺസോളിലോട്ടൊക്കെ പോകുമ്പോൾ ഇവിടെ ഒരുപാട് കൺട്രോൾസ് വരുന്നുണ്ട്. ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണ് വന്നിട്ടുള്ളത്. 2 സെപ്പറേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 10 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇവിടെ വന്നിട്ടുണ്ട്. ഭയങ്കര റെസ്പോൺസീവ് ആട്ടോ. നോക്കിയാൽ ഭയങ്കര റെസ്പോൺസീവ് എന്ന് വെച്ചാൽ ഭയങ്കര റെസ്പോൺസീവ് ആണ്. ഇതിൽ നമുക്ക് ക്യാമറ വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആംബിയൻ ലൈറ്റിങ് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിനുള്ളിൽ ആംബിയൻ ലൈറ്റിങ് വരുന്നുണ്ട്, കണ്ടില്ലേ. ആംബിയൻ ലൈറ്റിങ് കാരണം നമുക്ക് ബ്ലൂ, റെഡ്, വൈറ്റ് ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആംബിയൻ ലൈറ്റിംഗ് ഇപ്പോൾ ഓഫായിട്ടോ. അതുപോലെ തന്നെ ഇത് ഓണായി. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഫീച്ചേഴ്സ്, നാവിഗേഷൻ ഫീച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സിൽ വരുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ ഫുള്ളി ഫീച്ചർ ലോഡർ വെഹിക്കിളാണ്. പിന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ മിറേഴ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹൈറ്റ്, അതായത് ഭയങ്കര കംഫർട്ടാണ് ഇതിൻ്റെ സീറ്റിൽ കേട്ടോ. ഭയങ്കര ഉയർന്നൊരു പൊസിഷനാണ് ഇതിന് വന്നിട്ടുള്ളത്. മെമ്മറി ഫംഗ്ഷനോട് കൂടിയുള്ള സീറ്റാണ് വന്നിട്ടുള്ളത്. ഗ്രാബ് ഹാൻഡിലുകൾ കാണാം. അതുപോലെ തന്നെ മെറീഡിയൻ്റെ നല്ല അടിപൊളി മ്യൂസിക് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. ബൂട്ട് നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെയൊക്കെ സോഫ്റ്റ് ടച്ചാണ് വന്നിട്ടുള്ളത്. ഈ ഭാഗത്തോട്ടൊക്കെ സോഫ്റ്റ് ടച്ചാട്ടോ. ഒരു പ്രത്യേക മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഗിയർ നോബ് ഇവിടെയാണ് വന്നിട്ടുള്ളത്. അറിയാലോ, റോട്ടറി കൺട്രോളർ ആണ് വന്നിട്ടുള്ളത്. പിന്നെ പാർക്കിംഗ് ബ്രേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഓഫ് റോഡ് കൺട്രോൾസ് ആട്ടോ. ഈ ഒരു വെഹിക്കിൾ 4 വീൽ ഡ്രൈവ് സിസ്റ്റം ആണ്. അതുപോലെ തന്നെ എക്കോ മോഡ് വരുന്നുണ്ട്. നമുക്ക് ഓട്ടോ ആയിട്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ആംറെസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് നമുക്ക് കേബിൾ കണക്ട് ചെയ്യാൻ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് ഇവിടെ അടക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് ഇതിന് 5 വോൾട്ടിൻ്റെ ഒരു സോക്കറ്റ്, അതായത് നമുക്ക് ചാർജ് യൂണിറ്റ് വരുന്നുണ്ട്. ഭയങ്കര ഒരുപാട് ചാർജ് യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഭയങ്കര ഉയർന്ന പൊസിഷനാണ്. ഇതാണ് സൺറൂഫിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. ജസ്റ്റ് 1 ടച്ച് ഓപ്പൺ ചെയ്താൽ വലിയൊരു പനോറോമിക് സൺറൂഫ്
ഇതിന് വന്നിട്ടുണ്ട്. ഭയങ്കര ബാക്കിലോട്ട് കേട്ടോ, ഒരുപാട് ടൈം എടുക്കുമോ നോക്കാം. വാ, ഭയങ്കര വലിയൊരു ഗ്ലാസ് ഏരിയ കേട്ടോ. ഇവിടെ നിന്നുള്ള സ്കൈൻ്റെ വ്യൂ ഒക്കെ നോക്കിയാൽ, ഇതിൻ്റെ പെഡൽസ് ഒക്കെ നോക്കിയാൽ അലുമിനിയം ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റീരിംഗ് വീൽ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം കേട്ടോ. ജസ്റ്റ് മാനുവലാണ്, ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ചെയ്യാം. പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലൈറ്റ്സിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും വരുന്നുണ്ട്. വൈപ്പേഴ്സിൻ്റെ കൺട്രോൾ ഇവിടെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ വിൻഡോ കൺട്രോൾസ് ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ. മുകളിലാണ് സാധാരണ നമുക്ക് ഈ ഒരു ഡോറിൻ്റെ സൈഡിലാണ് കാണല്, പക്ഷെ ഇവിടെ ഏറ്റവും ടോപ്പിലാണ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് ഫ്രണ്ടിലോട്ടുള്ള ഒരു വ്യൂ വന്നിട്ടുള്ളത് ഭയങ്കര ഹൈറ്റിലുള്ള ഒരു പൊസിഷൻ ആണ് കേട്ടോ. അതാണ് ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി, അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ആണ് വന്നിട്ടുള്ളത്. ഇവിടെ റൂഫൊക്കെ നോക്കിയാൽ മനസ്സിലാവും, ബാക്കിലോട്ടാണ് ഇതിൻ്റെ റൂഫ് വന്നിട്ടുള്ളത്. പനോറമിക് സൺ റൂഫ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരു ഇൻഫോർടൈൻമെന്റ്, അതായത് നമുക്കൊരു ചെറിയൊരു TV പോലെ സംഭവം ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ കൺട്രോൾസ് ഈ ഒരു ഭാഗത്തോട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ? റിമോട്ടും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ. ആംറെസ്റ്റിൻ്റെ കൂടെ തന്നെ അത് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാനും പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് 12 വോൾട്ടിൻ്റെ സോക്കറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ചാർജിങ് യൂണിറ്റുകൾ വന്നിട്ടുണ്ട്. പാനൽസും കാര്യങ്ങളൊക്കെ കുറവാണ് വന്നിട്ടുള്ളത്. ബാക്ക് സൈഡിലും നമുക്ക് ഒരു ബ്രൗൺ ഫിനിഷ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മെറിഡിൻ്റെ സ്പീക്കേഴ്സും കാര്യങ്ങളും കാണാം. അതുപോലെ തന്നെ ഗ്രാപ്പ് ഹാൻഡിൽസ് വരുന്നുണ്ട്. പിന്നെ ഡോർ ഹാൻഡിൽസ് ഒക്കെ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല, അവിടെയാണ്. പിന്നെ ഇതിന് ഗ്ലാസ് ഓപ്പൺ ആക്കുന്ന സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തോട്ടാണ് വന്നിട്ടുള്ളത്. ഫുൾ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി സംഭവങ്ങളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഗ്രാപ്പ് ഹാൻഡിൽസ് വരുന്നുണ്ട്. ഇവിടെ ലൈറ്റ്സ് കൺട്രോൾസ് വരുന്നുണ്ട്. ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ എടുത്ത് പറയേണ്ട സംഭവമാണ്. അത്യാവശ്യം നല്ല രീതിക്കുള്ള നീറും വരുന്നുണ്ട്. ആൾ ഓവർ ബാക്കിലാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല തൈ സപ്പോർട്ട് വരുന്നുണ്ട്. ഇതാണ് ഇവിടെ നിന്നൊരു ഹെഡ് സ്പേസ് വന്നിട്ടുള്ളത്, കണ്ടില്ലേ? ഭയങ്കര ഹെഡ് സ്പേസ് ആണ്. പിന്നെ ഇത് റിക്ലൈനേഷൻ പറ്റും. നമുക്ക് ജസ്റ്റ് തന്നെ ബാക്കിലോട്ട് ആക്കിയാൽ റിക്ലൈനേഷൻ പോസിബിൾ ആണ്, കണ്ടില്ലേ? നമുക്ക് റിക്ലൈൻ അത്യാവശ്യം നല്ല രീതിക്ക് റിക്ലൈൻ ചെയ്യാം കേട്ടോ. ഭയങ്കര സുഖമുള്ള സംഭവമാണ്. പിന്നെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് കണ്ടില്ലേ? ജസ്റ്റ് ഇങ്ങനെ ബാക്കിലോട്ട് ഇവിടെ ഒരു ബട്ടൺ അല്ല, ജസ്റ്റ് നമ്മൾ സാധാരണ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു സീറ്റിംഗ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിക്ക് ഷോൾഡർ റൂം കാര്യങ്ങളും വരുന്നുണ്ട്. തേർഡ് ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. തേർഡ് റോ സീറ്റ് കണ്ടില്ലേ? ഹെഡ് റെസ്റ്റ് ഒക്കെ നോക്കിയാൽ ഭയങ്കര ഹെഡ് റെസ്റ്റ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ വന്നിട്ടുള്ളത് ഭയങ്കര താഴോട്ടാണ്. എങ്കിലും നമുക്ക് ചിൽഡ്രൻസിനൊക്കെ ഭയങ്കര കംഫർട്ടായിട്ട് ഇരിക്കുക. പക്ഷേ മുതിർന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കാരണം തൈ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ. അത് ഏത് വെഹിക്കിളാണെങ്കിലും 7 സീറ്റർ വെഹിക്കിളൊക്കെ ആൾമോസ്റ്റ് അങ്ങനത്തെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ കുറച്ച് താന്നിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഹെഡ് റെസ്റ്റ് ഒരു വെറൈറ്റിയാണ്, നമ്മൾ ഡിഫറൻ്റ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ AC വരുന്നുണ്ട്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നോബും കാര്യങ്ങളും വന്നിട്ടുണ്ട്. സ്പീക്കേഴ്സ് മുകളിൽ വന്നിട്ടുണ്ട്, ലൈറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ബാക്കിലുണ്ട്. ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ റൂം, ഹാർട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഹൈഡ്രോളിക് സ്റ്റഡാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ലാൻഡ് റോവറിൻ്റെ 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ആൾമോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 500 Nm ടോർക്കും 237 PS പവറും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. വളരെ ഒരു എന്താ പറയുക, ചെറിയൊരു റൂമാണ് വന്നിട്ടുള്ളത്. ഓവറായിട്ട് വന്നിട്ടില്ല, ഒക്കെ വെൽ പാക്ഡ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഒരു ഡിസൈൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ. ക്ലോസായി. ഈ വെഹിക്കിളിന്റെ റിവ്യൂസും കാര്യങ്ങളും നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതൊരു വെറൈറ്റി വെഹിക്കിളാണ്. ലാൻഡ് റോവറിന്റെ ഓഫ് റോഡർ സ്പെക്കിൽ വരുന്ന ഒരു വെഹിക്കിളാണ്. സോ ഈ വെഹിക്കിൾ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ സെയിലിന്റെ വെഹിക്കിളാണ്. 2019 മോഡലാണ് കേട്ടോ ഈ ഒരു വെഹിക്കിൾ വന്നിട്ട്. ഏകദേശം 1,20,000 കിലോമീറ്റർ ആണ് ഈ വെഹിക്കിൾ ആകെ കവർ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഒറിജിനൽ കേരള വിത്ത് ഷോറൂം സർവീസിലുള്ള ഒരു വെഹിക്കിളും കൂടിയാണ്. ഇവിടെ നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 26.5, അതായത് 26.5 ലക്ഷമാണ് ഇവിടെ നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ഒറിജിനൽ കേരളയാണ്. 1,20,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പാണ്. ഡീസൽ എഞ്ചിനാണ്. നീറ്റ് കണ്ടീഷനാണ്. നിങ്ങൾക്ക് ആൾ ഓവർ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലാവും. വെഹിക്കിൾ സ്ക്രാച്ച്ലെസ് ആണ്, എവിടെയും തട്ടിയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും. സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം 100% ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിലാണിത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ താല്പര്യം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറും കാര്യങ്ങളും കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ ഇനിയും വരുന്നതാണ്. ആ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോസ് വരുന്നതായിരിക്കും. ബൈ.